തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണ കാലാവധി 5 വർഷമാണ് അല്ലേ. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സെൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും പഞ്ചായത്ത് രാജ് വന്നിട്ടില്ല. ഈ സംസ്ഥാനങ്ങളിൽ ബാധകമല്ല. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. നാഗാലാൻഡിൽ വന്നിട്ടില്ല, അതുപോലെ തന്നെ മിസോറാമിൽ വന്നിട്ടില്ല, പിന്നെ മേഘാലയയിലും വന്നിട്ടില്ല. മേഘാലയ, മിസോറാം. ഓക്കെ, മേഘാലയ, മിസോറാം. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. നിങ്ങൾ വല്ല നമാമിന്നോ അങ്ങനെ വല്ല ഓർത്താൽ മതി. അപ്പം നാഗാലാൻഡ്, പിന്നെ ഒരു 2 ഉണ്ടല്ലോ, മേഘാലയ, മിസോറാമുമാണ് കേട്ടോ. നമാമിയിലെ മിസോറാം എന്ന് ഓർത്താൽ മതി. നമേമിന്നോ അങ്ങനെ വല്ല ഓർത്താൽ മതി. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, ഈ 3 പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ല. നമസ്കാരം, എൻട്രിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സിലബസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പഞ്ചായത്തി രാജ്. പഞ്ചായത്ത് രാജ് എന്താണ്, എന്നാണ് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്, പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റീസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഭേദഗതികളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുള്ള ഒരു ടോപ്പിക്കാണ് പഞ്ചായത്ത് രാജ്. എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. സോ നിങ്ങൾ അവസാനം വരെ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി തന്നെ ഇപ്പോൾ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ക്ലാസ് കേട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പഞ്ചായത്ത് രാജ്. പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണ വികസനത്തിനായിട്ടുള്ള ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ത്രിതല ഘടനയാണ് പഞ്ചായത്ത് രാജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ഗ്രാമീണ വികസനം എന്നൊരു വാക്കിൽ എന്ത് മനസ്സിലാക്കാം? ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് പഞ്ചായത്ത് രാജ്. അതൊരു ത്രിതല ഘടന എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ 3 തലത്തിലുള്ള ഘടനയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. ജില്ലകളിലും സോണുകളിലും ഗ്രാമങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഗ്രാമം, പിന്നെ സോണ്, പിന്നെ ജില്ല. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ മുഴുവനും ഭരണം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്നു. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിന് ഏറ്റവും താഴേക്കിടയിൽ ഗ്രാമപ്രദേശങ്ങളിലോട്ട് വന്ന് അവരുടെ ഓരോരോ ചെറിയ നമ്മുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പരിമിതിയുണ്ട്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ കുറേ കൂടെ, അപ്പോൾ ഗ്രാമത്തിലാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് കുറേ കൂടെ ആ ഗ്രാമത്തിലുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ 3 ഘട്ടമായിട്ട് ഗ്രാമം, അതിന് മുകളിൽ സോണ്, പിന്നെ ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ 3ആയിട്ട് ജില്ലകളിലും സോണുകളിലും ഗ്രാമങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വികസിപ്പിക്കുക എന്നതാണ് പഞ്ചായത്ത് രാജിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടാണ്, അങ്ങനൊരു സംവിധാനം കൊണ്ടുവരാനാണ് പഞ്ചായത്ത് രാജ് വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളെ പറ്റി പരാമർശിക്കുന്നു. പഞ്ചായത്തുകളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളെ പറ്റി പറയുന്നത്. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന. ആരാണ്? ബൽവന്ത് റായ് മേത്ത. മറക്കരുത്, പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് ബൽവന്ത് റായ് മേത്തയാണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. അപ്പോൾ ജനറലി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്ന് ചോദിച്ചാൽ റിപ്പൺ പ്രഭുവാണ്. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ബൽവന്ത് റായ് മേത്തയാണ്. ഓക്കെ, പഞ്ചായത്ത് രാജ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? അപ്പോൾ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബൽവന്ത് റായ് മേത്തയാണ്. എന്നാൽ ആ ഒരു ടേം ഉണ്ടല്ലോ പഞ്ചായത്ത് രാജ്, ആ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. പഞ്ചായത്ത് രാജ് സ്ഥാപിച്ച ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാനാണ് കേട്ടോ. പഞ്ചായത്ത് രാജസ്ഥാൻ, ഒരു ജായ ഉണ്ടല്ലോ, കണക്ഷൻ ഓർത്ത് വയ്ക്കാം. 1959 ഒക്ടോബർ മാസം 2-ാം തീയതി, ഒരു ഗാന്ധി ജയന്തിക്ക് 59 നാഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്, അതിന് താഴെ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ്, ഇങ്ങനെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗ്രാമീണ മേഖലയിലെ ഒരു വികസനമൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് കുറേ കൂടെ ആളുകളുടെ ഏറ്റവും താഴെ തട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ജില്ലാ തലത്തിലും സോൺ തലത്തിലും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലുമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിൽ വരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ, പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് ബൽവന്ത് റായ് മേത്ത. പഞ്ചായത്ത് രാജ് എന്നുള്ള ടേം കൊണ്ടുവന്നിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് വരുന്ന രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2-ന് നാഗൂർ ജില്ലയിൽ ആരെ ഉദ്ഘാടനം ചെയ്തത്? അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റീസാണ് നമുക്കിനി നോക്കാനുള്ളത്. ആദ്യത്തത് 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് ആണ് പഞ്ചായത്ത് രാജിൻ്റെ പിതാവെന്ന് പറഞ്ഞു. അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെയും
നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിൻ്റെയും പ്രവർത്തനം പരിശോധിക്കാനും അവയുടെ മികച്ച പ്രവർത്തനത്തിനുള്ള നടപടികൾ നിർദ്ദേശിക്കാനും വേണ്ടി 1957 ജനുവരി മാസം 16 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഒരു കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആദ്യമായിട്ടൊരു കമ്മിറ്റിനെ നിയമിക്കുകയാണ്. എന്ന് 1957 ജനുവരി മാസം 16 ഈ കമ്മിറ്റിനെ എന്തിനാണ് നിയമിച്ചേ? ഈ കമ്മിറ്റിയോട് പറഞ്ഞു, നിങ്ങൾ ചില കാര്യങ്ങൾ പരിശോധിക്കണം. എന്ത് കാര്യം പരിശോധിക്കേണ്ടേ? കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെയും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിൻ്റെയും ഒക്കെ പ്രവർത്തനം പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു കമ്മിറ്റിനെ നിയമിക്കുന്നത്. ആര്? ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ചു. ആ കമ്മിറ്റിയുടെ ഹെഡാണ് ബൽവന്ത് റായ്. അതുകൊണ്ടിട്ടാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്നൊരു പേര് വന്നത്. അപ്പോൾ 57 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ചൊരു കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇവരപ്പോൾ എന്ത് ചെയ്തു? ഇവരെ ഏൽപ്പിച്ച കാര്യമൊക്കെ ഇവർ പഠിച്ചിട്ട് ഇവർ കുറച്ച് റെക്കമെൻഡേഷൻസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്, ഇവരുടെ ശുപാർശകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം രൂപീകരിച്ച് അധികാരത്തിന് ജനാധിപത്യപരമായ വികേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ ഇവർ പറഞ്ഞു ഈ അധികാരം മുഴുവനും ഈ കേന്ദ്രം ഇങ്ങനെ പിടിച്ചു വെക്കേണ്ട, അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കൂ, അല്ലേ? വികേന്ദ്രീകരണം നടത്തൂ. എങ്ങനെ? ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവരാനായിട്ട് ബൽവന്ത് റായ് മേത്തയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതാണ് പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ബൽവന്ത് റായ് മേത്ത പറഞ്ഞത്. എങ്ങനെ? അധികാരത്തിൻ്റെ വികേന്ദ്രീകരണം, ജനാധിപത്യപരമായ വികേന്ദ്രീകരണമാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അവർ ത്രിതലം ഏതൊക്കെയാണ്? 3 തലത്തിലുള്ള പഞ്ചായത്ത് അവർ പറഞ്ഞത്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ഇങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് ബൽവന്ത് റായ് മേത്ത പറഞ്ഞ ത്രിതല സംവിധാനം? 1 ഗ്രാമപഞ്ചായത്ത്, 2 പഞ്ചായത്ത് സമിതി, 3 ജില്ലാ പരിഷത്ത്. ഇങ്ങനെ 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണം കൊടുക്കാൻ പറഞ്ഞു ബൽവന്ത് റായ് മേത്ത. പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെ ആവണം സമിതികൾ നിലവിൽ വരേണ്ടത്. ഈ സമിതികളിൽ നിലവിൽ വരേണ്ടത് ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെ ആവണം. ഗ്രാമപഞ്ചായത്തിലോട്ട് മാത്രമേ 3 ഉണ്ടല്ലോ, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്, ഗ്രാമപഞ്ചായത്ത്. അതിൽ ഗ്രാമപഞ്ചായത്തിലോട്ടുള്ള മാത്രമുള്ള ഇലക്ഷൻ ഡയറക്റ്റ് ആയിട്ട് നടത്തണം, നേരിട്ടാവണം. മറ്റത് ഇൻഡയറക്റ്റ് ആയിട്ട് നടത്തിക്കൊള്ളാൻ പറഞ്ഞു. ജില്ലാ പരിഷത്തിന്റെ ചെയർമാനായിട്ട് ജില്ലാ കളക്ടറെ തീരുമാനിക്കണം. ജില്ലാ കളക്ടർ ആയിരിക്കണം ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ എന്നും ഇവർ റെക്കമെൻഡ് ചെയ്തു. പിന്നെ പറഞ്ഞു SC ST OBC വിഭാഗങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം കൊടുക്കണമെന്നും ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ്. എന്തൊക്കെയാണ്? അവർ പറഞ്ഞു അധികാരം വികേന്ദ്രീകരണം നടത്തുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരട്ടെ, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം റെക്കമെൻഡ് ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്, ഇങ്ങനെ 3 വരട്ടെ. പഞ്ചായത്ത് സമിതിയിലോട്ടുള്ള ഇൻഡയറക്റ്റ് ഇലക്ഷൻ നടത്തൂ. ഗ്രാമപഞ്ചായത്തിലോട്ട് മാത്രം ഡയറക്റ്റ് ഇലക്ഷൻ നടത്തിയാൽ മതി. ജില്ലാ പരിഷത്തിൻ്റെ തലവനായിട്ട് കളക്ടറെ നിയമിക്കുക. പിന്നെ അവരെന്താ പറഞ്ഞ്? SC ST OBC വിഭാഗങ്ങൾക്ക് എന്ത് കൊടുക്കണം? കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവർ റെക്കമെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 77 ആയപ്പോൾ, പക്ഷെ അവർക്ക് റെക്കമെൻഡ് ചെയ്തു, ഒന്നും നിലവിലൊന്നും വന്നില്ല, അതങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് 1977, ആദ്യത്തെ 57 ആയിരുന്നു. 77 ആയപ്പോൾ വേറൊരു കമ്മിറ്റി വരുവാണ്, അശോക് മേത്ത കമ്മിറ്റി. അപ്പോൾ രണ്ടാമത്തെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിക്ക് ശേഷം വരുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. 77 ജനതാ ഗവൺമെൻറ്. അപ്പോൾ ഏത് ഗവൺമെൻറ്റാണ് അശോക് മേത്ത കമ്മിറ്റിനെ കൊണ്ടുവരുന്നത്? ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അവരാണ് ഈ പഞ്ചായത്ത് രാജിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അശോക് മേത്തനെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഒരു കമ്മിറ്റിനെ രൂപീകരിക്കുന്നത്. ഇനി ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് നമുക്ക് നോക്കണം. അശോക് മേത്ത എന്താ പറഞ്ഞത്? പഞ്ചായത്ത് രാജ് എന്ന ത്രിതല സംവിധാനത്തിന് പകരം ബൽവന്ത് റായ് മേത്ത പറഞ്ഞൊരു ത്രിതല സംവിധാനം ഒന്നും വേണ്ട, ഇവർ പറഞ്ഞു ദ്വിതല സംവിധാനം മതി. ഈ 3 രീതിയിലുള്ള ഇതൊന്നും വേണ്ട, ദ്വിതല സംവിധാനം മതി. അതായത് ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്തും അതിന് താഴെ 15,000 മുതൽ 20,000 വരെ ജനസംഖ്യയുള്ള ഒരു കൂട്ടം ഗ്രാമങ്ങൾ അടങ്ങുന്ന മണ്ഡൽ പഞ്ചായത്തും കൊണ്ടുവരണമെന്ന്. അപ്പോൾ ബൽവന്ത് റായ് പറഞ്ഞു എന്താണ്? ജില്ലാ പരിഷത്ത്, പിന്നെ പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത്. ഇവർ പറഞ്ഞു ഇങ്ങനെ 3 വേണ്ട, ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്ത് വന്നോട്ടെ, ഈ ബാക്കി 2 ഉണ്ടല്ലോ, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത്, അത് അങ്ങനെ വേണ്ട, അതിന് ഒരുമിച്ചൊരു മണ്ഡൽ പഞ്ചായത്ത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ് അശോക് മേത്ത ദ്വിതല സംവിധാനമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ആരൊക്കെ ഏതൊക്കെ പറയും നമ്മൾ കൃത്യമായിട്ട് അറിയണം. ബൽവന്ത് റായ് മേത്ത റെക്കമെൻഡ് ചെയ്തത് ത്രിതല സംവിധാനമാണ്, അശോക് മേത്ത ദ്വിതല സംവിധാനമാണ്. ഇവിടെ പറഞ്ഞ് എന്തൊക്കെയാണ് പറഞ്ഞത്? ജില്ലാ പരിഷത്തും മണ്ഡൽ പഞ്ചായത്തും. മണ്ഡൽ പഞ്ചായത്തിൽ ആരൊക്കെ വേണ്ടത്? മണ്ഡൽ പഞ്ചായത്തിൽ ഇവർ പറഞ്ഞത് 15,000 മുതൽ 20,000 വരെ ജനസംഖ്യയുള്ള ഒരു കൂട്ടം ഗ്രാമങ്ങളെയാണ് ഇതിൽ വെച്ചത്. ഓക്കെ, ഇനി സംസ്ഥാന തലത്തിൽ താഴെയുള്ള ജനകീയ മേൽനോട്ടത്തിൽ അധികാര വികേന്ദ്രീകരണത്തിലുള്ള ആദ്യ പോയിന്റ് ഒരു ജില്ലയായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അധികാരം ഡീസെൻട്രലൈസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ജില്ലയായിരിക്കണമെന്നും ആര് പറഞ്ഞു? അശോക് മേത്ത കമ്മിറ്റി പറയും. ജില്ലാതല പദ്ധതികളുടെ മേൽനോട്ടവും ആവിഷ്കാരവും ഒക്കെ ജില്ലാ പരിഷത്തിലാണ്. അപ്പോൾ ജില്ലാ പരിഷത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഇവർ ഇവിടെ എംഫസൈസ് ചെയ്യുന്നുണ്ട്, ഊന്നൽ കൊടുക്കുന്നുണ്ട്. അത് ജില്ലാ വികേന്ദ്രീകരണത്തിൻ്റെ ആദ്യ പോയിന്റ് ജില്ലയായിരിക്കണം, ജില്ലാതല പദ്ധതികളുടെയൊക്കെ മേൽനോട്ടം ഈ ജില്ലാ പരിഷത്തായിരിക്കണം എന്നൊക്കെ ഇവർ പറഞ്ഞു.
പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് നികുതി ചുമത്താനുള്ള അധികാരവും കൊടുക്കണം. ടാക്സ് അവർ പിടിച്ചോട്ടെ, ഈ സംവിധാനങ്ങൾ, ഈ മണ്ഡൽ അല്ലെ, ഇവർ രണ്ടെണ്ണം പറഞ്ഞല്ലോ അല്ലേ, ജില്ലാ പരിഷത്തും പറഞ്ഞു, അതുപോലെ തന്നെ മണ്ഡൽ പഞ്ചായത്തും പറഞ്ഞു. ഈ ജില്ലാ പരിഷത്തും മണ്ഡൽ പഞ്ചായത്തും കൂടെ നികുതിയൊക്കെ പിടിച്ചോട്ടെ, അതിനുള്ള അധികാരവും കൊടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ. പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് ജനസംഖ്യ അനുപാതത്തിൽ സീറ്റ് റിസർവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അശോക് മേത്തയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അശോക് മേത്തയിലെ ബൽവന്ത് റായ് മേത്തയിൽ നമ്മൾ പറഞ്ഞു ഇതേപോലെ തന്നെ ആർക്കൊക്കെയാണ് SC ST OBC വിഭാഗങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം കൊടുക്കണമെന്നാണ് പറഞ്ഞത് അല്ലെ. SC ST OBC ഇവരെന്താ പറഞ്ഞ, അശോക് മേത്ത എന്താ പറഞ്ഞേ, അശോക് മേത്തയും പറഞ്ഞു എങ്ങനെ പഞ്ചായത്ത് രാജിൽ പട്ടികജാതി പട്ടികവർഗം, ഇവിടെ OBC കാര്യം പറഞ്ഞില്ല, SC ST ജനങ്ങൾക്ക് അവരുടെ ജനസംഖ്യ അനുപാതത്തിൽ അവർക്ക് റിസർവ് ചെയ്യണം, സീറ്റ് റിസർവ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കത്തക്ക രീതിയിൽ ഭരണഘടനാ പരിഷ്കാരം നടപ്പിലാക്കണം, സുഗമമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ GVK റാവു കമ്മിറ്റി വരുന്നു. GVK റാവു കമ്മിറ്റി, ഈ കമ്മിറ്റി 1985 ഇങ്ങനെ ഒരു കമ്മിറ്റി വരണേ. ഓക്കെ. ഈ കമ്മിറ്റിനെ ആരാ നിയമിച്ചത്? ഈ കമ്മിറ്റിനെ പ്ലാനിംഗ് കമ്മീഷനാണ് നിയമിക്കുന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് ഇത് GVK റാവു അല്ലെ. അവിടെ ഒരു പ്ലാനിങ് ഇല്ലേ, GVK റാവു, ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അതായത് കേന്ദ്ര ഗവൺമെൻറ് ആണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റീനെ ആദ്യം റെക്കമെൻഡ് ചെയ്തത്, അല്ല ആദ്യം അവരെ പഞ്ചായത്ത് രാജിനെ പറ്റിയിട്ടൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ജനതാ ഗവൺമെൻറ് വന്നപ്പം അശോക് മേത്ത കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്ലാനിംഗ് കമ്മീഷൻ GVK റാവു കമ്മിറ്റീനെ, GVK റാവു അധ്യക്ഷനായിട്ട് 85 ഒരു കമ്മിറ്റീനെ നിയമിച്ചു. ഈ കമ്മിറ്റി ഗ്രാമവികസനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമാണ് ലക്ഷ്യമിട്ടത്. ഗ്രാമവികസനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും. GVK റാവു കമ്മിറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ? ജില്ലാ പരിഷത്തിന് പ്രമുഖ സ്ഥാനം കൊടുക്കുക. അപ്പം എല്ലാവരും ഇപ്പം ഇതിന് മുന്നേ പറഞ്ഞ അശോക് മേത്തയും പറഞ്ഞില്ലേ, ജില്ലാ പരിഷത്ത് അവർക്ക് അതാണ് അധികാര വികേന്ദ്രണത്തിൻ്റെ ഫസ്റ്റ് പോയിന്റ്, അവിടെയാണ് അവർക്ക് അവർ ജില്ലയുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞില്ലേ, ടാക്സ് ഒക്കെ അവർക്ക് പിരിക്കുക. ഇവിടെയും GVK റാവുവും പറഞ്ഞു ജില്ലാ പരിഷത്തിന് പ്രമുഖ സ്ഥാനം കൊടുക്കണം, സംസ്ഥാനത്ത് നടത്തുന്ന ആസൂത്രണങ്ങൾക്കുള്ള അധികാരമൊക്കെ ജില്ലാ തലത്തിലേക്ക് അങ്ങോട്ട് കൈമാറ്റുക. സ്റ്റേറ്റിൽ നിന്നുള്ള പ്ലാനിംഗ് ഒക്കെ ഓരോ ജില്ലക്കാർ ജില്ലാ പരിഷത്തിൻ്റെ കീഴിൽ അങ്ങനെ പ്ലാനിംഗ് ഒക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു ഇദ്ദേഹം. ഇങ്ങനെയൊരു തസ്തിക നിർമ്മിക്കണമെന്ന്, ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ ജില്ലാ തലത്തിലെ. എന്നിട്ട് ജില്ലാ പരിഷത്തിൻ്റെ ചീഫ് ഓഫീസ് ചാർജ് വഹിക്കുകയും വേണം. ആര്? ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ. നമ്മൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയിൽ കണ്ടു കളക്ടർക്കാണ് ജില്ലാ പരിഷത്തിൻ്റെ അല്ലെ ഹെഡ് കളക്ടറാണെന്നാണ് പറഞ്ഞേ. ഇവിടെ ഒരു ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ കൊണ്ടുവരിക, അവർ ജില്ലാ പരിഷത്തിൻ്റെ ചീഫ് ഓഫീസ് ചാർജ് വഹിക്കട്ടെ, ഈ ഉദ്യോഗസ്ഥൻ വേണം ജില്ലാതല വികസനം ഏകോപിപ്പിക്കാനെന്ന് ആര് പറഞ്ഞു? GVK റാവു കമ്മിറ്റി പറഞ്ഞു. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് മുടങ്ങാതെ നടത്തണമെന്നും GVK റാവു കമ്മിറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് LM സിംവി കമ്മിറ്റിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഓർഡർ ഓർക്കണം. ആദ്യം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വന്നു, രണ്ടാമത് അശോക് മേത്ത കമ്മിറ്റി വന്നു, മൂന്നാമത് GVK റാവു കമ്മിറ്റി വന്നു, നാലാമതാണ് LM സിംവി കമ്മിറ്റി വന്നത്. LM സിംവി കമ്മിറ്റി 1986 വരുന്നത് അല്ലേ, 86. തൊട്ട് മുന്നേ വന്ന കമ്മിറ്റി ഏതായിരുന്നു? LM സിംവിക്ക് തൊട്ട് മുന്നേ. ആ ഓർഡർ നമ്മൾ ഓർക്കണം. GVK റാവു ആണ്. GVK റാവു എന്നാണ് വന്നത്? 85 വരുന്നത്. അത് കഴിഞ്ഞിട്ട് 86 ആര് വരുന്നത്? 86 സിംവി കമ്മിറ്റി വരുന്നു. ആരാണ് സിംവി കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തതെന്ന് അറിയാവോ? രാജീവ് ഗാന്ധി ഗവൺമെൻറ് ആണ്. ഓക്കെ. അപ്പോൾ അശോക് മേത്ത കമ്മിറ്റിനെ ആരാണ് അപ്പോയിന്റ് ചെയ്തത്? അശോക് മേത്ത ജനതാ ഗവൺമെൻറ് എന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് ബൽവന്ത് റായ് മേത്തേനെ. അത് കഴിഞ്ഞിട്ട് ഇതിന് മുന്നേ പറഞ്ഞ GVK റാവു കമ്മിറ്റി പ്ലാനിംഗ് കമ്മീഷനാണ് കൊണ്ടുവന്നത്. ഈ രാജീവ് ഗാന്ധി കൊണ്ടുവന്നതാണ് ഇത് LM സിംവി കമ്മിറ്റി. പഞ്ചായത്ത് രാജ് പുനർജീവനായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി വരുന്നത്. ഇനി ഇവരെന്തൊക്കെയാണ് പറഞ്ഞു നോക്കാം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം കൊടുക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെറുതെ ഒരു പഞ്ചായത്ത് രാജ് വന്നാൽ പോരാ, ഭരണഘടനാപരമായിട്ട് തന്നെ ഒരു അംഗീകാരം, ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെ ഭരണഘടനാപരമായിട്ട് ഒരു അംഗീകാരം കൊടുക്കണമെന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ LM സിംവി കമ്മിറ്റി പറയുകയാണ്. ഇതിലേക്കായിട്ട് ഭരണഘടനയിലേക്ക് ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർക്കണമെന്ന് ആര് പറഞ്ഞു? LM സിംവി കമ്മിറ്റി പറഞ്ഞു. അപ്പോൾ ഭരണഘടനയിൽ അങ്ങനെ ഒരു അധ്യായം ഉണ്ട് ഇപ്പോൾ അല്ലേ. അപ്പോൾ അത് LM സിംവി കമ്മിറ്റിയാണ് പറഞ്ഞത് എങ്ങനെ ഒരു ഭരണഘടനാപരമായ അംഗീകാരം കൊടുക്കണം, അതിലേക്ക് ഒരു അധ്യായം കൂട്ടിച്ചേർക്കണം, ചട്ടങ്ങൾ ലംഘിക്കപ്പെടാതിരിക്കാനും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താനും നടപടി ഉണ്ടാവണം. അപ്പോൾ ഇലക്ഷനൊക്കെ കൃത്യമായിട്ട് നടത്തണമെന്നൊക്കെ ആര് പറഞ്ഞു? ഈ LM സിംവി കമ്മിറ്റി പറഞ്ഞു. വില്ലേജ് ഗ്രൂപ്പുകൾക്കായിട്ട് ന്യായ പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന് പറഞ്ഞ LM സിംവി കമ്മിറ്റിയാണ്. ന്യായ പഞ്ചായത്ത്, വില്ലേജ് ഗ്രൂപ്പുകൾക്കായിട്ട് ന്യായ പഞ്ചായത്ത് രൂപീകരിക്കണം. പിന്നെ ഗ്രാമസഭയുടെ കാര്യവും പറഞ്ഞു. ഗ്രാമസഭകൾ മുടങ്ങാതെ കൂടണം എന്ന് പറഞ്ഞത് LM സിംവി കമ്മിറ്റിയാണ്. ഗ്രാമപഞ്ചായത്ത് ഭരണം സുഗമമാക്കത്തക്ക വിധത്തിൽ ഗ്രാമങ്ങളെ ഏകോപിപ്പിക്കണമെന്ന് പറഞ്ഞു. ഗ്രാമങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം സുഗമമാക്കണമെന്നും LM സിംവി കമ്മിറ്റി പറഞ്ഞു. വില്ലേജ് പഞ്ചായത്തുകൾക്ക് കൂടുതൽ സാമ്പത്തിക ആനുകൂല്യം നൽകണമെന്ന് പറഞ്ഞത് സിംവി കമ്മിറ്റിയാണ്. കൂടുതൽ സാമ്പത്തിക ആനുകൂല്യം നൽകണമെന്ന് പറഞ്ഞത് സിംവി കമ്മിറ്റിയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ സുഗമമായ പ്രവർത്തനത്തിനായിട്ട് ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ രൂപീകരിക്കണം.
ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം കുറച്ചുകൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ട് ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ രൂപീകരിക്കാനും ആര് പറയുകയാണ്? LM സിംബി കമ്മിറ്റി പറയുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 88 തുങ്കോൺ കമ്മിറ്റി വരുന്നു. തുങ്കോൺ കമ്മിറ്റി ഇതൊരു പാർലമെന്ററി സബ് കമ്മിറ്റിയാണ്. അപ്പോൾ ചോദ്യം വരുമ്പോൾ എപ്പോഴെങ്കിലും പാർലമെന്റ് സബ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരെ ഓർക്കണം? തുങ്കോൺ കമ്മിറ്റിനെ ഓർക്കണം. രാജീവ് ഗാന്ധി അപ്പോയിന്റ് ചെയ്തതാണ് ഏത്? LM സിംബി കമ്മിറ്റി. ഭരണഘടനാപരമായ സാധുത വേണമെന്നൊക്കെ പറഞ്ഞത്. പാർലമെന്റ് സബ് കമ്മിറ്റി എന്ന് ചോദ്യത്തിൽ വന്നാൽ തുങ്കോൺ കമ്മിറ്റിനെ ഓർക്കുക. 88 തുങ്കോൺ കമ്മിറ്റി. ജില്ലാതല ആസൂത്രണമാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ തലത്തിലൊരു ആസൂത്രണമാണ് ഇവരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഈ കമ്മിറ്റി പറഞ്ഞത്? പഞ്ചായത്ത് രാജ് ഭരണസമിതികൾക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ഭരണഘടനാപരമായ അംഗീകാരം. ഇത് തന്നെയല്ലേ LM സിംബി കമ്മിറ്റിയും പറഞ്ഞ്. അപ്പോൾ പഞ്ചായത്ത് രാജ് ഭരണസമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നിർബന്ധമാക്കണമെന്ന് പറഞ്ഞത് ഏത് കമ്മിറ്റിയെന്ന് ചോദിച്ചാൽ LM സിംബി കമ്മിറ്റി എന്ന് പറയാം. ഏത് പാർലമെന്ററി സബ് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ ഏത് പറയാം? തുങ്കോൺ കമ്മിറ്റി എന്ന് പറയാം. ത്രിതല പഞ്ചായത്ത് സംവിധാനം തുടരണമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അശോക് മേത്തയാണ് ദ്വിതല സംവിധാനം പറഞ്ഞേ. ഇപ്പോൾ ഇവിടെ ബാക്കി ഇവർ പറഞ്ഞത് ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് മുന്നേ ത്രിതല പഞ്ചായത്ത് സംവിധാനം പറഞ്ഞത് ബൽവന്ത് റായ് മേത്തയാണ് എടുത്ത് പറഞ്ഞത് 3 ഇങ്ങനെ വേണം. ഇപ്പോൾ ഇവരും പറഞ്ഞു ത്രിതല പഞ്ചായത്ത് സംവിധാനം തുടരണം. പഞ്ചായത്ത് രാജ് സമിതിയുടെ കാലാവധി 5 വർഷമായിട്ട് നിജപ്പെടുത്തണം. അത് പറഞ്ഞത് ആരാണ്? തുങ്കോൺ കമ്മിറ്റിയാണ് 5 വർഷത്തെ കാലാവധിനെ പറ്റിയിട്ട് പറയുന്നത്. റിസർവേഷനുകൾ ജനസംഖ്യ അനുപാതത്തിലായിരിക്കണമെന്നും പറഞ്ഞു ആര്? തുങ്കോൺ കമ്മിറ്റി. വനിതാ സംവരണം നിർബന്ധമാക്കണമെന്ന് പറഞ്ഞു ആര്? തുങ്കോൺ കമ്മിറ്റി. വനിതാ സംവരണം നിർബന്ധമാക്കണമെന്ന് പറഞ്ഞു തുങ്കോൺ കമ്മിറ്റിയാണ്. ഓരോ സംസ്ഥാനത്തും ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കണമെന്നും ആര് പറഞ്ഞു? തുങ്കോൺ കമ്മിറ്റി പറഞ്ഞു. ഓക്കെ, ജില്ലാ പരിഷത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് കളക്ടറെ നിയമിക്കണമെന്ന്. ആദ്യം ജില്ലാ പരിഷത്തിന്റെ ഹെഡ് കളക്ടർ ആവണമെന്ന് ബൽവന്ത് റായ് മേത്ത പറഞ്ഞല്ലോ. ഇവിടെ നമ്മുടെ തുങ്കോൺ കമ്മിറ്റിയും പറഞ്ഞു ജില്ലാ പരിഷത്തിന്റെ CEO ആയിട്ട് ആരെ നിയമിക്കണം? കളക്ടർ നിയമിക്കണമെന്ന് പറഞ്ഞു. അതൊരു വനിതാ സംവരണം പറഞ്ഞത് തുങ്കോൺ കമ്മിറ്റിയാണ്. ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞു തുങ്കോൺ കമ്മിറ്റിയാണ്. റിസർവേഷനുകൾ ജനസംഖ്യ അനുപാതത്തിലായിരിക്കണമെന്ന് തുങ്കോൺ കമ്മിറ്റി പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി ഉണ്ട്. ഗാഡ്ഗിൽ കമ്മിറ്റി 88 തന്നെ കോൺഗ്രസ് പാർട്ടി നിയോഗിച്ച കമ്മിറ്റിയാണ്. 88 കോൺഗ്രസ് പാർട്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് ഇത് ഗാഡ്ഗിൽ കമ്മിറ്റി. അപ്പോൾ പാർലമെന്ററി സബ് കമ്മിറ്റിയാണ് തുങ്കോൺ കമ്മിറ്റി. കോൺഗ്രസ് പാർട്ടി 88 കൊണ്ടുവന്നാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഇവരുടെ ലക്ഷ്യം പഞ്ചായത്ത് രാജിന്റെ നവീകരണമായിരുന്നു. പഞ്ചായത്ത് രാജിന് ഭരണഘടനാപരമായ പിൻബലം നൽകണമെന്ന് ഇവരും പറഞ്ഞു. ഇപ്പോൾ LM സിംബി തൊട്ട് എല്ലാവരും പറയണ ഈ കാര്യമാണ് അല്ലേ? ഭരണഘടനാപരമായിട്ടൊരു പിൻബലം കൊടുക്കണം. ത്രിതല സംവിധാനം തുടരണമെന്നും പറഞ്ഞു. ബൽവന്ത് റായ് മേത്തയും പറഞ്ഞു. തൊട്ട് മുന്നേ നമ്മൾ കണ്ട തുങ്കോൺ കമ്മിറ്റിയും പറഞ്ഞു. ഗാഡ്ഗിൽ കമ്മിറ്റിയും പറഞ്ഞു ത്രിതല സംവിധാനം തുടരണം. കാലാവധി 5 വർഷം ആക്കണമെന്ന് തൊട്ട് മുന്നേ കണ്ട തുങ്കോൺ കമ്മിറ്റിയും പറഞ്ഞു. ഇവരും പറഞ്ഞു 5 വർഷം കാലാവധി ആക്കണം. പിന്നെ 3 തലങ്ങളിലും നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് വേണമെന്ന് പറഞ്ഞു. അത് 3 തലങ്ങളിൽ ഡയറക്റ്റ് ഇലക്ഷൻ പഞ്ചായത്ത് രാജിലെ 3 നമുക്കിപ്പോൾ ഉള്ള നിലവിൽ എങ്ങനെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ 3 നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് വേണമെന്ന് ആര് പറഞ്ഞു? ഈ പറഞ്ഞ ഏത് കമ്മിറ്റിയാണ്? ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞു. ഓക്കെ, പട്ടികജാതി പട്ടികവർഗ വനിതാ വിഭാഗങ്ങൾക്ക് സംവരണം അതെല്ലാവരും പറയണ്ടല്ലേ, സംവരണം കൊടുക്കണമെന്ന്. പ്രവർത്തന ഫണ്ട് കണ്ടെത്താൻ വേണ്ടി സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കണം. ഇതിന് മുന്നത്തെ നമ്മുടെ തുങ്കോൺ കമ്മിറ്റിയും പറഞ്ഞു. ഇപ്പോൾ ഇവരും പറയുന്നുണ്ട്, ഗാഡ്ഗിൽ കമ്മിറ്റിയും പറഞ്ഞു എന്ത്? ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞു. നികുതി പിരിവ് അവകാശം പഞ്ചായത്ത് സമിതികൾക്ക് നൽകണമെന്ന് ആര് പറയാണ്? നികുതി പിരിവിൻ്റെ അവകാശം പഞ്ചായത്ത് സമിതികൾക്ക് കൊടുക്കണമെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞു. ഇവരുടെ സാമൂഹ്യ സാമ്പത്തിക വികസനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമാക്കി പ്രത്യേകമായിട്ട് സംസ്ഥാന തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ആര് പറഞ്ഞു? അത് ശ്രദ്ധിക്കണം. ആരാണ് പറഞ്ഞത്? ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വേണമെന്ന് ഇതിനു മുന്നേ തുങ്കോണും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫിനാൻസ് കമ്മീഷൻ. ഇവിടെ ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് ഇലക്ഷൻ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞത് കേട്ടോ. ഈ കമ്മിറ്റി ശുപാർശകളിൽ പലതും ഗവൺമെന്റ് അംഗീകരിക്കുകയും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ സുഗമ പ്രവർത്തനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഈ പറഞ്ഞ മിക്ക കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഉണ്ടല്ലോ അല്ലേ? നമുക്ക് പഞ്ചായത്ത് രാജിന്റെ ത്രിതല സംവിധാനം നമുക്കുണ്ട്. അതുപോലെ ഫിനാൻസ് കമ്മീഷനുണ്ട്. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നടത്തുന്നുണ്ട് അല്ലേ? ഇതെല്ലാം തന്നെ നമുക്കിപ്പോൾ നിലവിലുണ്ട്. ഓക്കെ, നരസിംഹറാവു ഗവൺമെന്റ് 91 പഞ്ചായത്ത് രാജ് ബില്ല് പുനരവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും കമ്മിറ്റീസൊക്കെ ഓരോ റെക്കമെൻഡേഷനൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ഇത് പഞ്ചായത്ത് രാജ് എന്നുള്ള ഒരു സംഭവം നിയമമായിട്ട് വരാൻ പോകുന്നു, ഭരണഘടനാ ഭേദഗതിക്ക് വരാൻ പോകുന്നു. അപ്പോൾ 91 ഈ ഒരു ബില്ല് പുനരവതരിപ്പിച്ചത് ആരാണ്? നരസിംഹറാവു ആണ്. 91 ബില്ല് അവതരിപ്പിക്കുന്നു. 92 73ാം ഭേദഗതി, 73ാം ഭരണ പരിഷ്കാരമായിട്ട് പഞ്ചായത്ത് രാജ് ബില്ല് പരിഗണിക്കുന്നു. 93 ഏപ്രിൽ 24 ബില്ല് നിയമമായി. അപ്പോൾ 91 നരസിംഹറാവു ഗവൺമെൻറ് ബില്ല് വീണ്ടും പുനരവതരിപ്പിക്കുകയാണ്. 91 92 ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 92 ഈ ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആണ്. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1993 ഏപ്രിൽ മാസം 24-ാം തീയതി അങ്ങനെ ഫൈനലി എന്ത് വരികയാണ്? 24-ാം തീയതി നമുക്ക് പഞ്ചായത്തി രാജ് അതൊരു നിയമമായിട്ട് തീർന്നു ആ ഒരു ബില്ല്.
അപ്പോൾ ഏതാണ് ഭേദഗതി? 73-ാം ഭേദഗതി. ഏതാണ് വർഷം? 92. എന്നാണ് നിലവിൽ വന്ന 93? ഏപ്രിൽ മാസം 24-ാം തീയതി. 92-ലെ 73-ാം ഭരണപരിഷ്കാരം ഭരണഘടനയുടെ പാർട്ട് 9-ലാണ് വരുന്നത് കേട്ടോ. പാർട്ട് 9 ആണ് 92-ലെ 73-ാം ഭരണഘടന പരിഷ്കാരം. ഇതൊരു സ്വതന്ത്ര വിഭാഗമായിട്ട് നിലനിൽക്കുകയാണ് നമ്മുടെ ഭരണഘടനയിലെ പാർട്ട് 9. പഞ്ചായത്തുകൾ എന്ന പേരോടുകൂടി തന്നെ ആർട്ടിക്കിൾ 243 മുതൽ ആർട്ടിക്കിൾ 243 വരെ ആണ് വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എവിടെ തൊട്ട് എവിടെ വരെയാണ്? 243 തൊട്ട് 243 വരെയാണ്. ഏതാണ് അമെൻമെൻറ്റ്? 73-ാം അമെൻമെൻ്റ് ആണ്. ഏതാണ് വർഷം? 92 എന്നാണ് നിലവിൽ വരുന്നത്. 93 ഏപ്രിൽ 24-ന്. പാർട്ട് ഏതാണ്? പാർട്ട് 9 ആണ്. ആർട്ടിക്കിൾ 243 തൊട്ട് 243 വരെയാണ്. ഓക്കെ. ഇനി ഈ നിയമത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഗ്രാമസഭ നമുക്കറിയാം അല്ലേ, പഞ്ചായത്ത് സംവിധാനങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാമസഭകളാണ് കേട്ടോ. ഗ്രാമസഭകളാണ്. ആരാണ് ഈ ഗ്രാമസഭയിലെ അംഗങ്ങൾ? നമ്മളൊക്കെ അല്ലേ, ഗ്രാമപ്രദേശത്താണെങ്കിൽ അവിടെ ജീവിക്കുന്ന രജിസ്റ്റേർഡ് വോട്ടർമാരാണ് ഗ്രാമസഭയിലെ അംഗങ്ങൾ. ഗ്രാമസഭയാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ത്രിതല സംവിധാനമാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? 3 ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്താണ് 3 ഉള്ളത് ത്രിതല സംവിധാനം. ഏറ്റവും താഴെയുള്ളത് ഗ്രാമപഞ്ചായത്ത്, ഏറ്റവും മുകളിലുള്ളത് ജില്ലാ പഞ്ചായത്ത്, നടുക്കുള്ളത് ബ്ലോക്ക് പഞ്ചായത്താണ്. ഓക്കെ. ഇവിടുത്തെ ഇലക്ഷൻ എങ്ങനെയാണ് നടത്തുന്നത്? ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? നമ്മളൊക്കെ പോയി വോട്ട് ചെയ്യാറുണ്ട് അല്ലേ, പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്യാറുണ്ട്. ഡയറക്റ്റ് ഇലക്ഷനാണ്. 3 തലങ്ങളിലും ഇപ്പം നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഗ്രാമപഞ്ചായത്തിലോട്ടും ജില്ലാ പഞ്ചായത്തിലോട്ടും ബ്ലോക്ക് പഞ്ചായത്തിലോട്ടും നമ്മൾ വോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ 3 തലത്തിലും ഡയറക്റ്റ് ഇലക്ഷനാണ് നടക്കുന്നത്. ജില്ലാ തലത്തിലും മധ്യതലത്തിലും ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്നത്, ഈ ജില്ലാ തലത്തിലും പിന്നെ ബ്ലോക്ക് തലത്തിലുമൊക്കെ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്നത് ആ വോട്ട് ചെയ്ത ആ അംഗങ്ങളാണ്, ജനങ്ങളല്ല, ആ വോട്ട് ചെയ്ത അംഗങ്ങളാണ് അവരുടെ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്നത്. ഇനി റിസർവേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ജനസംഖ്യ അനുപാതമായിട്ട് പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് റിസർവേഷൻ അനുവദിക്കാം. ചെയർപേഴ്സൺ സ്ഥാനവും റിസർവ് ചെയ്യാൻ പറ്റും. 1/3 വനിതാ സംവരണം വേണമെന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് ഈ ഒരു ആക്ടിൽ പറയുന്നത് 1/3 വനിതാ സംവരണമാണ് പറഞ്ഞിട്ടുള്ളത്. 1/3 വനിതാ സംവരണം. ചെയർപേഴ്സൺമാരിലെ 1/3 വനിതകളായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ പിന്നോക്കങ്ങളോട് അനുകൂലമായ നയം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ത്രിതല സംവിധാനമാണ് നമുക്കുള്ളത്. അവിടെ നമ്മുടെ ഡയറക്റ്റ് ഇലക്ഷനാണ്. SC ST വിഭാഗങ്ങൾക്കൊക്കെ എന്തുണ്ട്? റിസർവേഷൻ ഉണ്ട്. 1/3 വനിതാ സംവരണം പറഞ്ഞിട്ടുണ്ട്. ചെയർപേഴ്സണിൽ 1/3 വനിതകളായിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നോക്കങ്ങളോട് അനുകൂല നയം സ്വീകരിക്കാനും ഇതിനകത്ത് പറയുന്നുണ്ട്. കാലാവധി എത്രയാണ് പഞ്ചായത്തുകളുടെ? 5 വർഷമാണ് ഭരിക്കുന്നത്. 5 വർഷം കഴിഞ്ഞാൽ ഇലക്ഷൻ നടത്തും. സപ്പോസ് 5 വർഷത്തിന് മുമ്പ് ഇവരെ പിരിച്ചുവിട്ടുന്നരുത്. ഇപ്പം നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്ന ആ ഒരു അവരാരാണോ അവരെ പിരിച്ചുവിട്ടുമെന്ന് കരുതുക. 5 വർഷത്തിന് മുമ്പ് പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം? ഇലക്ഷൻ നടത്തിയിട്ട് പുതിയ സമിതിനെ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? 5 വർഷമാണ് ഇവരുടെ കാലാവധി ഉള്ളത്. പക്ഷേ 5 വർഷത്തിന് മുമ്പ് എന്തെങ്കിലും സാഹചര്യത്താൽ ഇവരിപ്പോൾ പിരിച്ചു വിട്ടു എന്ന് കരുതുക, പഞ്ചായത്ത് പിരിച്ചു വിടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പിരിച്ചുവിട്ട 6 മാസത്തിനുള്ളിൽ തന്നെ ഇലക്ഷൻ നടത്തണം. എന്നിട്ട് അടുത്ത സമിതിനെ കൊണ്ടുവരണം. ഓക്കെ. പിന്നൊരു കാര്യമുണ്ട്, ഈ അടുത്ത സമിതി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 5 വർഷം ഇവർക്ക് ഭരണം കിട്ടിയായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോഴാണ് അവർ പിരിഞ്ഞു പോയത്. അപ്പോൾ പുതിയൊരു സമിതി കയറിയെന്നുണ്ടെങ്കിൽ ആ പുതിയ സമിതിക്ക് വീണ്ടും 5 വർഷം ഭരിക്കാൻ പറ്റില്ല. ഈ 5 ബാക്കിയുള്ള 3 കഴിഞ്ഞിട്ടുള്ള ഈ 2 മാത്രമാണ് അവർക്ക് ഭരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പുതിയ സമിതിക്ക് 5 വർഷത്തിൽ എത്ര കാലം ബാക്കിയുണ്ടോ അത്രയും കാലമാണ് അവർക്ക് തുടരാൻ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പിന് അയോഗ്യതയായിട്ട് സംസ്ഥാന നിയമങ്ങൾ പ്രഖ്യാപിക്കുന്ന അയോഗ്യതയുള്ള വ്യക്തിക്ക് ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല. ഇപ്പോൾ എന്തെങ്കിലും ഇലക്ഷനിൽ ഇപ്പോൾ കൂറുമാറ്റമൊക്കെ വരുമ്പോൾ അയോഗ്യത പ്രഖ്യാപിക്കുമല്ലോ, അതുപോലെ ആരെങ്കിലും അയോഗ്യരാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കാൻ പാടില്ല എന്ന് അത്രയേ ഉള്ളൂ. 21 വയസ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ നമുക്ക് നിൽക്കാനുള്ള ഒരു പ്രായം 21 വയസ്സാണ്. 21 വയസ്സായാൽ പഞ്ചായത്ത് ഇലക്ഷനിൽ കാൻഡിഡേറ്റ് ആയിട്ടൊക്കെ നിൽക്കാം. 21 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ മത്സരിച്ചു കൂടാന്നേ ഉള്ളൂ. അപ്പോൾ ചോദിക്കും പഞ്ചായത്ത് ഇലക്ഷനിൽ കാൻഡിഡേറ്റ് ആവാനായിട്ടുള്ള മിനിമം പ്രായപരിധി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 25, 30 എന്നൊക്കെ പറഞ്ഞ് കാണും. പക്ഷേ 21 ഓർത്തോളൂ കേട്ടോ, 21. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ, ഗവർണർ നിയമിച്ചിട്ടുള്ള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ പാർലമെൻറ്റിലോട്ടുള്ള ഇലക്ഷൻ ആണെങ്കിലും നിയമസഭയിലോട്ടുള്ള ഇലക്ഷൻ ആണെങ്കിലും ദേശീയ ഇലക്ഷൻ കമ്മീഷനാണ് അതിൻ്റെ മേൽനോട്ടം എന്നുണ്ടെങ്കിൽ, പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ഇലക്ഷൻ്റെ മേൽനോട്ടം ആർക്കാണുള്ളത്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് നോക്കണേ. ഇലക്ഷൻ കമ്മീഷൻ 2 ഉണ്ടല്ലോ, നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ, ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട്. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പാർലമെൻറ്റ് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും നോക്കുക. എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ നോക്കുന്നതെന്ന്. ഓക്കെ. ഇനി 11-ാം പട്ടിക പാർട്ട്
ഷെഡ്യൂൾ 11ാമത്തെ ഷെഡ്യൂൾ അനുസരിച്ച് 29 വിഷയങ്ങളുണ്ട് പഞ്ചായത്തിൻ്റെ പരിധിയിൽ. അപ്പോൾ ഷെഡ്യൂൾ ഏതാണ് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഷെഡ്യൂൾ 11ആണ്. 11ാം ഷെഡ്യൂളാണ്. പാർട്ട് 9 ആണ്. 243 തൊട്ട് 243 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട്. സ്വതന്ത്ര ഗവൺമെൻറ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള അധികാരം ഭരണഘടന പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട്. അവർക്ക് ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു ഭരണം, അവർക്ക് സ്വയംഭരണത്തിനുള്ള അവകാശം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു 29 വിഷയങ്ങളിലാണ് ഇവർക്ക് സ്വയംഭരണ അധികാരം ഉള്ളത്. വില്ലേജിൽ ഒരു കൂട്ടം വില്ലേജുകൾ കൂട്ടിച്ചേർത്തിട്ട് ഗ്രാമസഭ രൂപീകരിക്കണം. ഗ്രാമസഭ ഉണ്ടല്ലോ, അത് ഒരു കൂട്ടം വില്ലേജുകൾ ചേർന്നിട്ടാണ് ഗ്രാമസഭ വരുന്നത്. നികുതികൾ, ചുങ്കങ്ങൾ, തിരിവുകൾ, ഫീസുകളൊക്കെ ഈടാക്കാനായിട്ട് സംസ്ഥാന നിയമങ്ങൾ പഞ്ചായത്തുകളെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്തുകാർ നമ്മളെ അടുത്ത് വന്നിട്ട് ചുങ്കമൊക്കെ പിരിക്കാറുണ്ട്, നികുതിയൊക്കെ നമ്മുടെ അടുത്ത് പിരിക്കാറുണ്ട് അല്ലേ. ഫിനാൻസ് കമ്മീഷൻ ഓരോ 5 വർഷം കൂടുമ്പോഴും ഫിനാൻസ് കമ്മീഷൻ പഞ്ചായത്തുകളുടെ സാമ്പത്തിക നില വിലയിരുത്തി ഗവൺമെൻറ്റിന് റിപ്പോർട്ട് നൽകും. പഞ്ചായത്തിൻ്റെ സാമ്പത്തിക നിലയൊക്കെ വിലയിരുത്താനായിട്ട് ഒരു ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്. അവർ ഗവൺമെൻറ്റിന് റിപ്പോർട്ടും കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഏത് കമ്മിറ്റിയാണ് ആദ്യം പറഞ്ഞത്? LM സിംവി കമ്മിറ്റിയാണ് ഭരണഘടനാ സാധുത പറഞ്ഞത് അല്ലേ. ഇനി സിംവി കമ്മിറ്റിനെ നിയമിച്ച പ്രധാനമന്ത്രി ആരാണ്? LM സിംവി കമ്മിറ്റിയെ നിയമിച്ചത് രാജീവ് ഗാന്ധിയാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് പറഞ്ഞ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ, ജസ്റ്റ് കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ LM സിംവി കമ്മിറ്റി പറയാം. ഈ ഭരണഘടനാ സാധുത പറഞ്ഞ പാർലമെന്ററി സബ് കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ PK തുങ്കൻ കമ്മിറ്റി പറഞ്ഞു. PK തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ പ്രധാനമന്ത്രി ആരാണ്? നരസിംഹറാവു ആണ് അല്ലേ. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് എന്താണ്? അവിടെ അശോക് മേത്ത കമ്മിറ്റിയുടെ വേറൊരു പേരാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏതാണ്? അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റിയിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. ആരാന്നറിയോ? EMS നമ്പൂതിരിപ്പാട്. അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായ മലയാളി ആരാണ്? EMS ആണ്. പഞ്ചായത്ത് രാജിന്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റി ഏതാ? പ്ലാനിംഗ് GVK റാവു കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം ഗ്രാമസഭ. ഗ്രാമസഭയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. 243A ആണ് കേട്ടോ. ഗ്രാമസഭയെ പറ്റി പറയുന്നത് 243A ആണ്. ഗ്രാമസഭ സമ്മേളിക്കാനുള്ള ക്വാറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര പേര്, ഇപ്പോൾ ഒരു ഗ്രാമസഭയിൽ കുറച്ച് പേര് മാത്രം വന്നാൽ ഗ്രാമസഭ കൂടാൻ പറ്റില്ല. ഒരു ക്വാറം പറയുന്നുണ്ട്. മൊത്തം അംഗങ്ങളുടെ 10-1 വന്നാലേ ഗ്രാമസഭ നടത്താൻ പറ്റുള്ളൂ. ഒരു മീറ്റിംഗ് കൂടുമ്പോൾ അല്ലേ, അതിനൊരു കുറച്ച് പേര് മിനിമം വേണമെന്ന് വേണ്ടേ. ഇപ്പോൾ ഗ്രാമസഭയെ സമ്മേളിക്കാനുള്ള ക്വാറം 10-1. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്ന ആരാണ്? വാർഡ് മെമ്പറാണ് വിളിച്ചു കൂട്ടുന്നത്. എങ്ങനെയാണ്? 3 മാസത്തിൽ ഒരിക്കലും വിളിച്ചു കൂട്ടും ഗ്രാമസഭ. 3 മാസം കൂടുമ്പോൾ വിളിച്ചു കൂട്ടും. അപ്പം അങ്ങനെ ഒരു വർഷം മൊത്തം എത്ര പ്രാവശ്യം വരും? 4 പ്രാവശ്യം ഗ്രാമസഭ വിളിച്ചു കൂട്ടണം അല്ലേ. 3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഗ്രാമസഭ വിളിച്ചു കൂട്ടണം എന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ 4 പ്രാവശ്യമാണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടേണ്ടത്. ആരെ വിളിച്ചു കൂട്ടണ്ടേ? വാർഡ് മെമ്പറാണ് വിളിച്ചു കൂട്ടണ്ടേ. വിളിച്ചു കൂട്ടിയാലും 10-1 പേര് കോറം ഉണ്ടെങ്കിൽ ഗ്രാമസഭ സമ്മേളനം നടത്താൻ പറ്റുള്ളൂ. ആ ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? വിളിച്ചു കൂട്ടുന്ന വാർഡ് മെമ്പറാണ്. പക്ഷേ അധ്യക്ഷൻ വാർഡ് മെമ്പർ അല്ല. ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അധ്യക്ഷൻ. ഗ്രാമസഭയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 243A ആണ്. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പറാണ്. 10-1 ഉണ്ടെങ്കിൽ ക്വാറം തികഞ്ഞാലേ സമ്മേളനം നടത്താൻ പറ്റുള്ളൂ. 3 മാസത്തിൽ ഒരിക്കലാണ് വിളിച്ചു കൂട്ടുന്നത്. അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായിട്ട് ആഘോഷിച്ചത് 1999-2000 ആണ് ഗ്രാമസഭ വർഷമായിട്ട് ആഘോഷിച്ചത്. ഓക്കെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം പറഞ്ഞു 21 വയസ്സ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരും നടത്തുന്നത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ? പാർലമെന്റോ നിയമസഭ ഇലക്ഷൻ ആണെങ്കിൽ കേന്ദ്രമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ ആണെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം എത്ര ശതമാനമുണ്ട്? 3-1 വനിതകൾ വേണമെന്ന് പറഞ്ഞു നമ്മൾ. കേരളത്തിൽ 3-1 അല്ല, 50% നമുക്ക് വനിതാ സംവരണം ഉണ്ട് കേട്ടോ. പഞ്ചായത്ത് രാജ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം കേരളത്തിൽ 50% ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണ കാലാവധി 5 വർഷമാണ് അല്ലേ. കേരളത്തിലെ അധികാര വികേന്ദ്രത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സെൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും പഞ്ചായത്ത് രാജ് വന്നിട്ടില്ല. ഈ സംസ്ഥാനങ്ങളിൽ ബാധകമല്ല. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. നാഗാലാൻഡിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ മിസോറാമിൽ വന്നിട്ടില്ല. പിന്നെ മേഘാലയയിലും വന്നിട്ടില്ല. മേഘാലയ, മിസോറാം. ഓക്കെ. മേഘാലയ, മിസോറാം. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. നിങ്ങൾ വല്ല നമാമിന്നോ അങ്ങനെ വല്ല ഓർത്താൽ മതി. അപ്പം നാഗാലാൻഡ്, പിന്നെ ഒരു 2 ഉണ്ടല്ലോ, മേഘാലയ, മിസോറാമും ആണ് കേട്ടോ. നമാമിയിലെ മിസോറാം എന്ന് ഓർത്താൽ മതി. നമേമിന്നോ അങ്ങനെ വല്ല ഓർത്താൽ മതി. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ഈ 3 പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ല. 1992 74-ാം ഭേദഗതി നിയമം. 1992 തന്നെയാണ് 73-ാം ഭേദഗതി നിയമം ഉണ്ടായിരുന്നത്. ഈ 73-ാം ഭേദഗതി നിയമമാണ് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ പാർട്ട് 9 ആണ്. ഷെഡ്യൂൾ
ഷെഡ്യൂൾ 11 ആണ് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട്. ഈ 92 തന്നെ മറ്റൊരു ഭേദഗതിയും കൂടെ വന്നു, അതാണ് 74-ാം ഭേദഗതി. ഈ ഭേദഗതി പ്രകാരം പാർട്ട് 9A ഇൻക്ലൂഡ് ചെയ്യുകയാണ്, ഷെഡ്യൂൾ 12 വരുവാണ്. അതെന്താ അത്? ഈ 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജ് ആണെങ്കിൽ 74-ാം ഭേദഗതി എന്തിനെ പറ്റി പറയുന്നതെന്ന് അറിയോ? മുനിസിപ്പാലിറ്റികളെ പറ്റിയിട്ട് പറയുകയാണ്. ഓക്കെ, സോ ഈ നിയമം ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പുതിയ ഭാഗം 9A കൂട്ടിച്ചേർത്തു. ഈ ഭാഗത്തിന് മുനിസിപ്പാലിറ്റികൾ എന്ന് പേരിട്ടിരിക്കണം. അപ്പോൾ രണ്ടും മാറിപ്പോണ്ട, രണ്ടും 92-ലാണ്. ഭേദഗതിക്കാണ് വ്യത്യാസം. 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജും 74-ാം ഭേദഗതി മുനിസിപ്പാലിറ്റിയും. 73-ാം ഭേദഗതി പാർട്ട് 9 ഇൻക്ലൂഡ് ചെയ്യുന്നു, 74-ാം ഭേദഗതി 9A ഇൻക്ലൂഡ് ചെയ്യുന്നു. 73-ാം ഭേദഗതി ഷെഡ്യൂൾ 11, 74-ാം ഭേദഗതി ഷെഡ്യൂൾ 12. തൊട്ടടുത്ത നമ്പറാണ്. ഈ മുനിസിപ്പാലിറ്റികൾ രണ്ടാമത് വന്നത്. 73 പഞ്ചായത്ത് രാജ്, ആദ്യം പഞ്ചായത്ത് രാജാണ്, പിന്നെയാണ് മുനിസിപ്പാലിറ്റി വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 243P മുതൽ 243Z വരെയാണ് ഇതിനകത്ത് പറയണത്. അപ്പോൾ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എവിടെ തൊട്ട് എവിടെ വരെയായിരുന്നു? 243 തൊട്ടിട്ട് 243O വരെയായിരുന്നു. ഓക്കെ, ഇതിൽ 243A ആയിരുന്നു ഗ്രാമസഭ പറഞ്ഞേ. O കഴിഞ്ഞിട്ട് 243P മുതൽ 243Z വരെയാണ് മുനിസിപ്പാലിറ്റികളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എന്നാണ് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത്? 1992-ലെ 73-ാം ഭേദഗതി ആണെങ്കിലും നിലവിൽ വരുന്നത് 93 ഏപ്രിൽ മാസം 24-ാം തീയതി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി എന്നാണ് നിലവിൽ വരുന്നത്? 93 ജൂൺ 1 രണ്ട് നിലവിൽ വരുന്നത് 93-ലാണ്. ഏപ്രിൽ 24-ന് പഞ്ചായത്ത് രാജ്, ജൂൺ 1-ന് മുനിസിപ്പാലിറ്റി. ജൂൺ 1-ന് നിലവിൽ വന്ന ഈ നിയമം ഭരണഘടനയിൽ ഒരു പുതിയ 12-ാം ഷെഡ്യൂൾ ചേർത്തു. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്യുക. പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഓർക്കണം? 92, 73-ാം ഭേദഗതി പാർട്ട് 9 ഷെഡ്യൂൾ 11 അല്ലേ? ആർട്ടിക്കിൾ 243 തൊട്ട് 243O വരെ. മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? 92, 74-ാം ഭേദഗതിയാണ്, പാർട്ട് 9A ആണ്, ഷെഡ്യൂൾ 12 ആണ്, 243P മുതൽ ZG വരെയാണ്. പഞ്ചായത്ത് രാജ് നിലവിൽ വരുന്നത് 93 ഏപ്രിൽ 24-നും മുനിസിപ്പാലിറ്റി 93 ജൂൺ 1-നും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പഞ്ചായത്ത് രാജ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ടോപ്പിക്കാണിത്. പ്രധാനപ്പെട്ട കമ്മിറ്റീസ്, തുങ്കൺ കമ്മിറ്റി, സിംവി കമ്മിറ്റി, ഇങ്ങനെ ഓരോ കമ്മിറ്റീസിൻ്റെ റെക്കമെൻഡേഷൻസ്, ആരൊക്കെയാണ് ത്രിതല സംവിധാനം പറഞ്ഞത്, ആരൊക്കെയാണ് ദ്വിതല സംവിധാനം പറഞ്ഞത്, ത്രിതല സംവിധാനത്തിലെ 3 ഏതൊക്കെയാണ്, പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരു ഇതിൻ്റെ കാലാവധി എത്രയാണ്, കാലാവധിക്ക് മുന്നേ പിരിച്ചുവിട്ടാൽ പിന്നെ പുതുതായിട്ട് വരുന്നവർക്ക് ആ ബാക്കിയുള്ള ടൈമാണ് ഭരിക്കാൻ പറ്റുക, പിന്നെന്താണ് ഓരോ കമ്മിറ്റീസ് ആര് ഏത് വർഷമാണ് ആര് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റീസാണ്, ഗ്രാമസഭയിൽ അധ്യക്ഷൻ ആര്, വിളിച്ചു കൂട്ടുന്നത് ആര്. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഈ 2 അമെൻമെൻറ്റ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾ ഓർത്ത് റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.